എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ അതുപോലെ തന്നെ വെസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു. അതെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. മിഡീവിയൽ പീരീഡിലെ അറബ് എംപയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അറബ്സ്, അതായത് അറബ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം അവർ ട്രേഡേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസും, അതുപോലെ നിങ്ങൾ ഈ ഇയർ തന്നെ പഠിക്കുന്നുണ്ട്, സയൻസിലുണ്ടായിരുന്ന അവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ നിങ്ങൾ ഈ ഇയർ പഠിക്കുന്നു. പക്ഷേ മിഡീവിയൽ പീരീഡ്, അതായത് മധ്യകാലഘട്ടത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സ്പിയറിൽ. എന്താ പൊളിറ്റിക്കൽ സ്പിയർ എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയപരമായിട്ടുള്ള മേഖല അല്ലേ? അപ്പോൾ അതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറബ് എംപയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അറബ് എംപയർ എന്ന് പറയുമ്പം പ്രസൻറ്റ് ഡേയിലുള്ള ഇറാൻ, ഇറാഖ്, അതുപോലെ സൗദി അറേബ്യ, അതായത് നമ്മൾ പ്രസൻറ്റ് ഡേയിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളാണത് അല്ലേ? അപ്പോൾ ആ രാജ്യങ്ങൾ ഇന്ന് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നതായിരുന്നു എന്ത്? അറബ് എംപയർ അല്ലെങ്കിൽ അറബ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ആ മാപ്പ് നോക്കുക. മാപ്പ് നോക്കുമ്പോൾ അതിൻ്റെ എൻ്റയർ ബൗണ്ടറീസ് എല്ലാം ചെക്ക് ചെയ്യുക. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രസൻറ്റ് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് നോക്കണം. ഓക്കെ, മെയിനായിട്ട് പറയുമ്പം ഇറാൻ, ഇറാഖ്, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഈ സ്റ്റേറ്റുകളെല്ലാം കൂടി ചേർന്നതായിരുന്നു ഈ മിഡീവിയൽ ടൈമിലെ ഏത് അറബ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഹു ഈസ് ദ ഹെഡ് ഓഫ് അറബ് സ്റ്റേറ്റ്. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആരാണ്? പ്രൊഫറ്റ് മുഹമ്മദാണ്. അതായത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദാണ് ഏതിൻ്റെ തലവനായിട്ട് വരുന്നത്? അറബ് സ്റ്റേറ്റിൻ്റെ തലവനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നീട് 632 CE, അതായത് 632 CE. സി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോമൺ ഇറ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 632 632 CE നമ്മളെ പ്രവാചകൻ മുഹമ്മദ് മരിക്കുന്നു. അതായത് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്. പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡെത്തിന് ശേഷം അറബ് സ്റ്റേറ്റ് കൺട്രോൾഡ് ബൈ ഖാലിഫ്സ്. ആരാണ് ഖാലിഫ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? ഖലീഫമാർ എന്ന് കേട്ടു. അവരാണ് ഖാലിഫ്സ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഖാലിഫ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പിരിച്വൽ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം ആഫ്റ്റർ മുഹമ്മദ്. ഓക്കെ, പ്രവാചകൻ മുഹമ്മദിന് ശേഷമുള്ള സ്പിരിച്വൽ ലീഡേഴ്സാണ് ശരിക്കും ഖാലിഫ്സ്, ഖലീഫമാർ എന്നറിയപ്പെടുന്നത്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഖലീഫമാരാണ് അബൂബക്കർ, അതുപോലെ ഉത്മാൻ, അതുപോലെ അലി, ഒമർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ഖലീഫമാരുണ്ട്. അവരാണ് എവിടെ റൂൾ ചെയ്തിരുന്നത്? അറബ് സ്റ്റേറ്റ് റൂൾ ചെയ്തിരുന്നത്. ഓക്കെ, ഇവരുടെ പീരീഡിലാണ് എന്താ പറയുക, നമ്മൾ ഏഷ്യ മൈനർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ട് ഏഷ്യ മൈനറിൻ്റെ അവിടുത്തെ ആ ഒരു ബൗണ്ടറി മുതൽ നമ്മളെ അറേബ്യൻ സീ വരെ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ളൊരു എംപയർ ആയിട്ട് മാറിയത്, അറബ് സ്റ്റേറ്റ് മാറിയത് ഈ ടൈമിലാണ്, ഖാലിഫ്സിൻ്റെ പീരീഡിൽ. ഓക്കെ, ആ സമയത്ത് ക്യാപിറ്റൽ സിറ്റി ഓഫ് അറബ് എംപയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മദീനയാണ്. ഏതാണ്? ക്യാപിറ്റൽ സിറ്റി ഓഫ് അറബ് എംപയർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഖാലിഫ്സ്. ഖാലിഫ്സിൻ്റെ പീരീഡിൽ ഏതായിരുന്നു? മദീനയായിരുന്നു ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഓക്കെ, അപ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആയിട്ട് മാറിയത് ആരുടെ പീരീഡിലാണ്? ഖാലിഫ്സിൻ്റെ പീരീഡിലാണ്. ആ ഫേമസ് ആയിട്ടുള്ള ഖാലിഫ്സിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. ആരൊക്കെയാണ് പറഞ്ഞത്? അബൂബക്കർ, ഒമർ, ഉത്മാൻ, അലി. ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ഖാലിഫ്സ് ആണ്. ഓക്കെ, ഇനി ആഫ്റ്റർ ഖാലിഫ്സ്, ഇനി ഖാലിഫ്സിന് ശേഷം, അതായത് ഖലീഫമാർക്ക് ശേഷം ഹൂ റൂൾഡ് അറബ് എംപയർ. ആരാണ് അറബ് എംപയർ റൂൾ ചെയ്തത് എന്ന് നോക്കാം. അതൊരു ഡൈനാസ്റ്റിയാണ്, ഉമൈദ് ഡൈനാസ്റ്റി എന്ന് പറയും. എന്താണ് ഡൈനാസ്റ്റിയുടെ പേരെന്താണ്? ഉമൈദ് ഡൈനാസ്റ്റി. പ്രത്യേകം നോട്ട് ചെയ്യുക, ഉമൈദ് ഡൈനാസ്റ്റി. ഓക്കെ, ഉമൈദ് ഡൈനാസ്റ്റിയാണ് എവിടെ റൂൾ ചെയ്തിരുന്നത്? അറബ് എംപയർ റൂൾ ചെയ്തിരുന്നത്. ഓക്കെ, ഇവരാണ് അറബ് എംപയറിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് കേന്ദ്രീകൃത ഭരണം, എന്താ പറയുക, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. അതുമാത്രമല്ല, ദേ ഇഷ്യൂഡ് ഫോർ ട്രേഡ്, അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു? കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് കോയിൻ, ദിനാർ, അതുപോലെ തന്നെ സിൽവർ കോയിൻ, ദിർഹം, ഈ രണ്ട് കോയിൻസും ഇഷ്യൂ ചെയ്ത് ആരാണ്? ഈ ഉമൈദ് ഡൈനാസ്റ്റി ആയിരുന്നു.
ഓക്കെ. പിന്നെ അതിന് ശേഷം നമ്മൾ പറയുന്നത് ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാലിഫ്സ് ഭരിച്ചിരുന്ന സമയത്ത് ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? മദീനയായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഡമാസ്കസിനെയാണ് ക്യാപിറ്റൽ സിറ്റിയാക്കി മാറ്റിയിരുന്നത് ഉമൈദ് ഡൈനാസ്റ്റിയിൽ. ഓക്കെ. പ്രത്യേകിച്ച് ഓർക്കുക, ഉമൈദ് ഡൈനാസ്റ്റിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ അറബ് എംപയറിന് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊണ്ടുവന്നത് ഈ ഡൈനാസ്റ്റിയിലാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് കോയിൻസ് ഇഷ്യൂ ചെയ്തത്. ഗോൾഡ് കോയിൻ, ദിനാർ, അതുപോലെ തന്നെ സിൽവർ കോയിൻ ഏതാണ്? ദിർഹം. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ സിറ്റീൻ്റെ പേര് മറന്നുപോയത് ഡമാസ്കസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഏത് ഡൈനാസ്റ്റിയാണ് അറബ് എംപയർ റൂൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആഫ്റ്റർ ഉമൈദ് ഡൈനാസ്റ്റി ഹൂ റൂൾഡ് അറേബ്യൻ എംപയർ? ആരാന്നറിയോ? അബ്ബാസിദ് ഡൈനാസ്റ്റി. ഓക്കെ. എന്താണ്? അബ്ബാസിദ് ഡൈനാസ്റ്റിയാണ് എവിടെ റൂൾ ചെയ്തിരുന്നത്? അറേബ്യൻ എംപയർ റൂൾ ചെയ്തിരുന്നത്. ഇവരുടെ പീരീഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഉമൈദ് ഡൈനാസ്റ്റിൻ്റെ സമയത്ത് ക്യാപിറ്റൽ സിറ്റി ഏതായിരുന്നു? ഡമാസ്കസ് ആയിരുന്നു. ഇവർ ആദ്യം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ദേ ഷിഫ്റ്റഡ് ക്യാപിറ്റൽ ടു ബാഗ്ദാദ് ഫ്രം ഡമാസ്കസ്. ഡമാസ്കസ് നിന്ന് ബാഗ്ദാദിലേക്ക് അവരെന്ത് ചെയ്തു? ഈ ക്യാപിറ്റൽ സിറ്റി മാറ്റി. ഇനി ആരാണ് ദ ഫേമസ് റൂളർ ഇൻ ദിസ് ഡൈനാസ്റ്റി? അബ്ബാസിദ് ഡൈനാസ്റ്റി. അബ്ബാസിദ് ഡൈനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളർ ആരാണെന്ന് നോക്കാം. ഹാറൂൺ അൽ റഷീദ്. ആരാണ്? ഹാറൂൺ അൽ റഷീദ് ആണ് ഫേമസ് ആയിട്ടുള്ള റൂളർ. ഏത് ഡൈനാസ്റ്റിയിലുള്ള? അബ്ബാസിദ് ഡൈനാസ്റ്റി. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈസ് എ ബെനവനൻറ്റ് റൂളർ, അതായത് ദയാലുവായിട്ടുള്ള ഒരു റൂളറായിട്ടാണ് ആരറിയപ്പെടുന്നത്? ഹാറൂൺ അൽ റഷീദ് അറിയപ്പെടുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സോ മെനി വെൽഫെയർ മെഷേഴ്സ് ടു പീപ്പിൾ. ഓക്കെ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ ഫോർ ഹിസ് വെൽഫെയർ മെഷേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ. അതായത് ഹോസ്പിറ്റൽ ഫസ്റ്റ് ടൈം ഇൻ അറേബ്യയിൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഫസ്റ്റ് ടൈം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഹാറൂൺ അൽ റഷീദാണ്. ഓക്കെ. അതിനുശേഷം ഈ ഒരു അബ്ബാസിദ് ഡൈനാസ്റ്റീൻ്റെ അല്ലെങ്കിൽ ഹാറൂൺ അൽ റഷീദിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനാണ്. എന്താ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? നീതിന്യായ ഭരണം. ഓക്കെ. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം. ഓക്കെ. അത് പൂർണ്ണമായിട്ടും ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിൾസ്, അതായത് ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? അതായത് ആ ഒരു ഇസ്ലാം മതത്തിൻ്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നടത്തിയിരുന്നത്. ഓക്കെ. പിന്നെ റൂൾ ഓഫ് ലോ. എന്താ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ? നിയമവാഴ്ച. എന്താണ്? നിയമവാഴ്ച. അത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ. അതായത് ആ ഒരു പീരീഡിൽ പീപ്പിൾ വേർ ഫ്രീ ടു ട്രാവൽ എനിവേർ ഇൻ എംപയർ വിത്തൗട്ട് ഫിയർ. ഓക്കെ. അതായത് ഒരു ഭയവുമില്ലാതെ എന്ത് ചെയ്യുന്നു? ആളുകൾ ട്രാവൽ ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഹാറൂൺ അൽ റഷീദ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച അത്രയും സ്ട്രോങ് ആക്കി, പണിഷ്മെൻ്റൊക്കെ അത്രയും സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെതായിട്ട് എടുത്തു പറയാനുള്ളത് ഹി കീപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് നൈബറിങ് എംപയർ. അതായത് തൻ്റെ നൈബറിങ് ആയിട്ടുള്ള എംപയറൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ് ഹാറൂൺ അൽ റഷീദ് കീപ്പ് ചെയ്തിരുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും വെസ്റ്റേൺ റോമൻ എംപയറിൽ ഹോളി റോമൻ എംപയർ അല്ലേ, ഷാലമീനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്നു. അത് പറയാനുള്ള കാരണം ഈ ഹാറൂൺ അൽ റഷീദ് അംബാസിഡേഴ്സിനൊക്കെ എവിടേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഷാലമീൻ്റെ പാലസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത്രയാണ് മെയിനായിട്ട് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്? അറബ് എംപയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം അറബ് എംപയർ അത് ഏതൊക്കെ പ്രസൻറ്റ് ഡേയിലുള്ള ഏതൊക്കെ സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. പിന്നെ പ്രൊഫറ്റ് മുഹമ്മദ്, അതിനുശേഷം ഖാലിഫ്സ്, പിന്നെ ഉമൈദ് ഡൈനാസ്റ്റി, പിന്നെയാണ് അബ്ബാസിദ് ഡൈനാസ്റ്റി. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള അബ്ബാസിദ് ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൽ ഫേമസ് റൂളറായിട്ടുള്ള ഹാറൂൺ അൽ റഷീദിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓട്ടോമൻ എംപയർ. ഓക്കെ. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ അത് ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു റീസണായിട്ട് പറഞ്ഞത് എന്താ?
എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 1453 ടർക്സ് എന്ത് ചെയ്തു? ഈസ്റ്റേൺ റോമൻ എംപയറിനെ അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കിന് ശേഷമാണ് ഈസ്റ്റേൺ റോമൻ എംപയർ എന്താവുന്നത്? ഡിക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ ടർക്സ് എന്ന് പറഞ്ഞാൽ ഏത് എംപയർ ആയിരുന്നു? ഓട്ടോമൻ എംപയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എംപയറിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാമല്ലോ. തുർക്കി എന്ന് പറഞ്ഞത് അത് എവിടെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏഷ്യ മൈനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഏഷ്യ മൈനർ, അതാണ് ശരിക്കും എന്ത്? തുർക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു ഓട്ടോമൻ എംപയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് എംപയർ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ഹിസ്റ്ററിയിൽ പറയുന്നത് ഏകദേശം ഒരു 13th സെഞ്ച്വറീൻ്റെ ഒരു ലാസ്റ്റ് പാർട്ടിലേക്കാണ് എന്ത് ചെയ്തത്? ഈ ഓട്ടോമൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫൗണ്ടറായിട്ട് പറഞ്ഞിരുന്നത് ട്രൈബൽ ലീഡറായിരുന്ന ഉസ്മാൻ എന്നുള്ള ആളാണ്. ആരാണ്? ട്രൈബൽ ലീഡർ. ഈ ട്രൈബൽ എന്ന് പറഞ്ഞാൽ ആരാ? ഗോത്രവർഗ വിഭാഗങ്ങൾ അല്ലേ? അപ്പോൾ ട്രൈബൽ ലീഡറായിട്ടുള്ള ഉസ്മാനാണ് ഏത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓട്ടോമൻ എംപയർ. ആഫ്റ്റർ ഇതിന് ശേഷമാണ് ദിസ് എംപയർ അല്ലെങ്കിൽ ടർക്കിഷ് എംപയർ ബിക്കെയിം നോൺ ആസ് ഓട്ടോമൻ എംപയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ ഉസ്മാനെ ചില ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലൊക്കെ ഉത്തുമാൻ എന്ന പേരിലാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും ഈ ടർക്കിഷ് എംപയർ എന്ത് പേരിൽ അറിയപ്പെട്ടത്? ഓട്ടോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ആ ഫൗണ്ടർ പേര് നിങ്ങൾ നന്നായിട്ട് ഓർക്കുക. പിന്നെ അത് ഏത് സെഞ്ച്വറിയിലാണ് എന്നുള്ളതും ഓർത്തുവയ്ക്കുക. അത് 13th സെഞ്ച്വറീൻ്റെ ലാസ്റ്റ് പീരീഡിലേക്കാണ് ഇങ്ങനെയൊരു എംപയർ ഫൗണ്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇയറിലേക്ക് നോക്കാം, 1453. ഓക്കെ, ഈസ്റ്റേൺ റോമൻ എംപയർ കോൺക്വർ ചെയ്യുന്നത്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നതൊക്കെ ഈ ഇയറിലാണ് അല്ലേ? അത് ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? മുഹമ്മദ് സെക്കൻഡ്. ആരാണ്? മുഹമ്മദ് സെക്കൻഡ്. അദ്ദേഹമാണ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു സ്ട്രോങ് ലീഡർ തന്നെയാണ്. ഓക്കെ, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പല പാർട്ടും എന്തിൻ്റെ ഭാഗമായി മാറി? ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിട്ട് മാറുന്നു. അത് 1453. ഓക്കെ, അപ്പോൾ ആ ലീഡറുടെ പേരെന്താണ്? മുഹമ്മദ് സെക്കൻഡ്. ഓക്കെ, സ്ട്രോങ് ലീഡർ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം ഈസ്റ്റേൺ റോമനിൻ്റെ പല പാർട്ടും എന്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞത്? ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിട്ട് മാറി. ഓക്കെ, ഇനി ആഫ്റ്റർ മുഹമ്മദ് സെക്കൻഡിന് ശേഷം പിന്നീട് വരുന്നത് അനദർ സ്ട്രോങ് ലീഡർ. അദ്ദേഹത്തിൻ്റെ പേരിതാണ് സുലൈമാൻ. എന്താണ്? സുലൈമാൻ. ഇദ്ദേഹമാണ് എന്താ പറയുക, ഈ ഓട്ടോമൻ എംപയറിൻ്റെ അതിൻ്റെ ഒരു സെനിത്ത് ലെവൽ, അതായത് സെനിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള എ ലീഡർ സുലൈമാൻ. ഓക്കെ, ഈ സുലൈമാൻ അദ്ദേഹം ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് അൽ ഖാനൂനി എന്നാണ്. അൽ ഖാനൂനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് ലോ ഗിവർ. ഓക്കെ, ലോ ഗിവർ അതായത് നിയമദാതാവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിയമദാതാവ് എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാരണം ആ ഒരു ടൈമിൽ ഓട്ടോമൻ എംപയറുള്ള ഒരുപാട് ലോസിനെ, അതായത് ഓട്ടോമൻ ലോസിനെയൊക്കെ കോഡിഫൈ ചെയ്തത് ഇദ്ദേഹമാണ്. ഒരു കോഡ് ഓഫ് ലോ പോലെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഹീസ് കോൾഡ് ഇൻ ഹിസ്റ്ററി ആസ് അൽ ഖാനൂനി അല്ലെങ്കിൽ ലോ ഗിവർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ഓക്കെ, പിന്നീട് ഈ ഓട്ടോമൻ എംപയറിൽ സ്ട്രോങ് സെൻട്രലൈസ്ഡ് റൂളിംഗ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? സുലൈമാനാണ്. ഓക്കെ, സ്ട്രോങ് സെൻട്രലൈസ്ഡ് റൂളിംഗ് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇൻ ഓട്ടോമൻ എംപയർ. ഈ ഒരു സമയത്ത് യൂറോപ്പിൻ്റെ പല പാർട്ടും എന്തായി മാറി? ബിക്കെയിം ദ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ. യൂറോപ്യൻസ് ഏഷ്യൻ റൂളേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അറിയുന്നത് ത്രൂ ഓട്ടോമൻ എംപയർ ആണ്. ഓക്കെ, അതുവരെ ഏഷ്യൻ റൂളേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഒന്നും അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സുലൈമാൻ്റെ പീരീഡിൽ ദേ അറ്റാക്ക്ഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ദീസ് പാർട്സ് ബിക്കെയിം ദി പാർട്സ് ഓഫ് ഓട്ടോമൻ എംപയർ. ഓക്കെ, പിന്നീട് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ, അതായത് ഫസ്റ്റ് വേൾഡ് വാർ ഏത് പീരീഡിലായിരുന്നു?
1914 to 18 ആ ഒരു പീരീഡിലാണ്. ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഓട്ടോമൻ എംപയർ എന്താകുന്നത്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. മീൻസ് തകർന്നു പോകുക, അതായത് വേറെ വേറെ ചിഹ്ന ഭിന്നമായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓട്ടോമൻ എംപയറിനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാണിത് ഫൗണ്ട് ചെയ്തത്? ഉസ്മാൻ എന്നുള്ള ട്രൈബൽ ലീഡറാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് മുഹമ്മദ് സെക്കൻഡിനെ കുറിച്ചിട്ട്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1453 ആ ഒരു ഡേറ്റ് ഓർക്കുക. അതിനുശേഷമാണ് യൂറോപ്പിൻ്റെ പല പാർട്ടും എന്തിൻ്റെ ഭാഗമായത്, ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായത്. പിന്നെ സുലൈമാനിൽ നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് സ്ട്രോങ്ങസ്റ്റ് റൂളർ ഇൻ ഓട്ടോമൻ എംപയർ. അത് അൽ കാനൂനി ലോ ഗിവർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ സെൻട്രലൈസ്ഡ് റൂളിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നല്ല രീതിയിൽ വായിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് എംപയർ, മംഗോൾ എംപയർ. ഏതാണ്? ദി മംഗോൾ എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. നിങ്ങൾ മംഗോളിയ എന്ന് കേട്ടിട്ടുണ്ടാവും. അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. അതായത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് സെൻട്രൽ ഏഷ്യ. ഇവിടെയാണ് മംഗോളിയ എന്നറിയപ്പെടുന്നത്. ഈ ഒരു പ്ലേസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജിയോഗ്രഫിക്കലി ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാസ്റ്റ് മെഡോസ്, അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ്, ഡെസേർട്ട് ഏരിയ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിൻ്റർ സീസണിലാണെങ്കിൽ സിവിയർ കോൾഡ്, അതുപോലെ തന്നെ ഈ സമ്മർ സീസണിലാണെങ്കിൽ സിവിയർ ഹോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ മംഗോളിയയിലുള്ള ഒരു ക്ലൈമറ്റും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ മംഗോളിയൻസ് എന്ന് പറഞ്ഞത് ആരാണ്? ദേ ആർ നൊമാഡ്സ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ദേ ആർ നൊമാഡ്സ്. ആരായി നൊമാഡ്സ്? ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരാണ്. അതായത് ഇവർ ട്രൈബൽ ഗ്രൂപ്പാണ്. മീൻസ് ഗോത്രവർഗ വിഭാഗങ്ങളാണ്. വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ ഈ ടെൻറ്റുകളൊക്കെ കെട്ടിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത്, ലിവ് ചെയ്തിരുന്നത്. ഓക്കെ, നൊമാഡ്സ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നീട് ഇവർ പല ഭാഗങ്ങളിലേക്കും വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്കൊക്കെ ഇവർ എത്തിയിരുന്നത് യൂസിങ് ദ ഹോഴ്സസ്, അല്ലേ, കുതിരകളെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തത്, പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്തിരുന്നത്. ഓക്കെ, ഹോഴ്സിന് നല്ല രീതിയിൽ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇവർ പല ഭാഗങ്ങളിലായിട്ട്. ഈ ട്രൈബൽ ഗ്രൂപ്പ്സിനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് ജംഗീസ് ഖാൻ, ആരാണ്? ജംഗീസ് ഖാൻ. ഇദ്ദേഹമാണ് എന്ത്, ഹി യൂണിഫൈഡ് ദീസ് ഓൾ ട്രൈബൽസ് ആൻഡ് ഫോംഡ് എ എംപയർ. ദാറ്റ് എംപയർ ഈസ് നോൺ ആസ് മംഗോൾ എംപയർ. അപ്പോൾ ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മംഗോൾ എംപയർ എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ്? ജംഗീസ് ഖാനാണ്. ഏതിൻ്റെ ഫൗണ്ടർ? മംഗോൾ എംപയറിൻ്റെ ഫൗണ്ടർ. അതായത് പല ട്രൈബൽ ഗ്രൂപ്പ്സായിട്ട് ഒരു വാണ്ടറിങ് ലൈഫ് തന്നെ ലെഡ് ചെയ്തിരുന്ന ഈ ട്രൈബൽ ഗ്രൂപ്പ്സിനെ എല്ലാത്തിനെയും കൂടി യൂണിഫൈ ചെയ്തുകൊണ്ട് ഒരു എംപയർ ആക്കി മാറ്റിയത് ആരാണ്? ജംഗീസ് ഖാൻ. അതുകൊണ്ട് ജംഗീസ് ഖാൻ ഈസ് ദ ഫൗണ്ടർ ഓഫ് മംഗോൾ എംപയർ. അതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ജംഗീസ് ഖാൻ അത് അത്രയും വാസ്റ്റായിട്ടുള്ളൊരു എംപയർ ആയിരുന്നു അതിൻ്റെ ഒരു ക്യാപിറ്റലായി പറയുന്നത് കാറക്കോറം. അതായത് അവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അല്ലെ, സീറ്റ്സ് ഓഫ് ജംഗീസ് ഖാൻ എന്ന് പറയുന്നത് കാറക്കോറം. അത് ഒനോൺ റിവർ ബാങ്കിലായിരുന്നു ഇൻ സൈബീരിയ. അത്രയും വാസ്റ്റായിട്ടുള്ളായിരുന്നു. നിങ്ങൾ ആ മാപ്പിൽ നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ മാപ്പിൽ നോക്കുക, എത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആണെന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ എന്നറിയപ്പെടുന്നത് കാറക്കോറം. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഒരു സെൻട്രലൈസ്ഡ് റൂളിങ്ങുമാണ് അദ്ദേഹം അവിടെ കീപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഒനോൺ റിവർ ബാങ്കിലായിരുന്നു ഈ കാറക്കോറം എന്ന് പറഞ്ഞ സ്ഥലം ഇൻ സൈബീരിയ. ഓക്കെ, ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത് എംപയറിൽ. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ആർമിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർമി ആർക്കുണ്ടായിരുന്നു?
ജംഗീസ് ഖാൻ ഉണ്ടായിരുന്നു. നമുക്കറിയാൻ പറ്റും അത്രയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു വിത്തൗട്ട് എൻ ആർമി, ഒരു ആർമി ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രോങ് ആർമി ഇതിനുണ്ടായിരുന്നു. ഈ ആർമീൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഫീച്ചർ അല്ലെങ്കിൽ ചീഫ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞത് എന്താണ്, സ്ട്രോങ് കാവൽറി ആണ്. എന്താ സ്ട്രോങ് കാവൽറി എന്ന് പറഞ്ഞാൽ എന്താ, കുതിരപ്പട. എന്താണ് കുതിരപ്പട. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, ഒരു സ്ട്രോങ് കാവൽറിയാണ് ആര് യൂസ് ചെയ്തിരുന്നത്, നമ്മളെ ജംഗീസ് ഖാൻ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആർമി അദ്ദേഹം ഫോം ചെയ്തിരുന്നത് ഈ 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ ബേസിലാണ്. അത് 10, 100, 1000, 10,000 ആ ഒരു ഫോമിലാണ് ആർമി അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോങ് കാവൽറി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോഴ്സിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ട്രാവലിന് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തത്. അപ്പോൾ ആർമി ഫോർമേഷനും ഇവർ യൂസ് ചെയ്യുന്ന എന്തിനാണ്, ഹോഴ്സിനെയാണ്. അങ്ങനെ ഒരു സ്ട്രോങ് കാവൽറി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആർമീനെ അവരെങ്ങനെയാണ് ഫോം ചെയ്തിരുന്നത്, 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, 10, 100, 1000, 10,000 ആ രീതിയിലാണ് ആർമി അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇവർ ഹോഴ്സിനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ ഹോഴ്സിനെ റൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ സിറ്റ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ കാനൺസ് എന്ന് പറഞ്ഞാൽ എന്താ, പീരങ്കികൾ. അതായത് സ്മോൾ ടൈപ്പ് ഓഫ് കാനൺസ് കേട്ടോ. അത് ചെറിയ തരത്തിലുള്ള പീരങ്കികൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹോഴ്സ് ബാക്കിൽ തന്നെ വെച്ചുകൊണ്ട്, അതായത് ഇരിക്കുമ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇദ്ദേഹത്തിൻ്റെ ആർമീൻ്റെ. പിന്നെ മറ്റൊന്ന് പറയുന്നത് എസ്പിനോയിഡ്സ്. എസ്പിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാരവൃത്തി അല്ലെങ്കിൽ ചാരപ്പണി ചെയ്യില്ലേ, സ്പൈനൊക്കെ ഉപയോഗിക്കില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, എസ്പിനോയിഡ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് രഹസ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, ചോർത്താൻ വേണ്ടിയിട്ട് എസ്പിനോയിഡ് ഒരു ചാര ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഗ്രൂപ്പിനെ അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിമീസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത്തരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോർത്തണമെങ്കിൽ ഇങ്ങനെയൊരു, അല്ലെങ്കിൽ കൂടെയുള്ള ആർമി തന്നെ അങ്ങനെ ആരെങ്കിലും എന്താ പറയുക, ആരെങ്കിലും ചീറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു എസ്പിനോയിഡ് ഗ്രൂപ്പും അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു വെൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. എന്താ വെൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞു മംഗോൾ എംപയർ എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു എംപയറാണ് അല്ലേ. അപ്പോൾ സെൻട്രലിലേക്ക് ഈ വാസ്റ്റ് എംപയറിലെ എല്ലാ പ്ലേസിനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. കാരണം പ്രസൻറ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഒരു പീരീഡിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റൽ സിസ്റ്റം, അത് ഹോഴ്സസിന് യൂസ് ചെയ്തുകൊണ്ട്, കുതിരകളെയാണ് യൂസ് ചെയ്തത്. അങ്ങനെയുള്ളൊരു പോസ്റ്റൽ സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജംഗീസ് ഖാൻ. കാരണം അത്ര ഈസി അല്ല ഇത്രയും വലിയൊരു ഏരിയ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ വിവരങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. പോസ്റ്റൽ സിസ്റ്റമാണ് ഈ ഹോഴ്സസിന് യൂസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് കൊറിയർ. ഓക്കെ, കൊറിയർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് കൊറിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ഡേ ഒക്കെ കൊറിയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പല സാധനങ്ങളും കൊറിയർ വഴി നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് അല്ലേ. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഇന്നത്തെ കൊറിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഇത് അറിയപ്പെട്ടിരുന്നത് എന്താണ്, കൊറിയർ എന്ന പേരിലാണ്. ഓക്കെ, ഹോഴ്സസിനെ യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്കൊക്കെ എത്താൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജംഗീസ് ഖാൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെ സ്പീഡി ആയിരുന്നു, വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് മംഗോൾ എംപയറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് ഓർക്കുക, നന്നായിട്ട് വായിക്കുക, മാപ്പും നന്നായിട്ട് നോക്കിയാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. പോയിൻ്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എംപയറിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് എംപയർ മാലി എംപയർ. എന്താണ് മാലി എംപയർ? ഇത് നമ്മൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണിത്, മാലി എംപയർ. ഓക്കെ, ഏകദേശം പറയുകയാണെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയുടെ ഭാഗത്തായിട്ട് വരും. നിങ്ങൾ ടെക്സ്റ്റിലുള്ള ആ മാപ്പ് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് മാലി എംപയർ ഉള്ളത്. മാലി എംപയറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു വെൽത്തി ആയിട്ടുള്ളൊരു റീജിയനാണ്. നമ്മളെ ഗോൾഡ് ട്രഷർ അതൊക്കെ ഒരുപാട്, അതിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഉള്ളൊരു പ്ലേസാണ് ഇത് മാലി എംപയർ.
ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞത് ആരാണ്? കൺഗൺ മൂസ. ആരാണ്? കൺഗൺ മൂസ എന്നറിയപ്പെടുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. യൂറോപ്യൻ റെക്കോർഡ്സിൽ അദ്ദേഹം അറിയപ്പെടുന്നത് മൻസ മൂസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൻസ മൂസ എന്ന പേരിലാണ് അദ്ദേഹം യൂറോപ്യൻ റെക്കോർഡ്സ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹീസ് ദ ഫൗണ്ടർ ഓഫ് മാലി എംപയർ. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൻ്റെ സെൻറ്റർ, ഈ മാലി എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മാലി തന്നെയാണ്. വെസ്റ്റ് ആഫ്രിക്കയിലുള്ള മാലി തന്നെയാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെൻറ്റർ. ഓക്കെ, അപ്പോൾ കൺഗൺ മൂസയാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം യൂറോപ്യൻ റെക്കോർഡ്സിൽ അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൻസ മൂസ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി വേറൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞെങ്കിൽ ഈ മാലി എംപയർ ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് തിംബുക്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലേസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്ററാണ്. അതായത് സാംസ്കാരിക അതുപോലെ തന്നെ വ്യാപാരം ഒക്കെ നടക്കുന്ന ഒരു സെൻറ്ററായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണ് തിംബുക്തു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഇതിൽ എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നിന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജനോവ, ഗ്രാനഡ, അതുപോലെ തന്നെ വെനീസ്, ഇവിടങ്ങളിൽ നിന്നൊക്കെ ഫോറിനേഴ്സ് ഈ തിംബുക്തുവിൽ എത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മാർക്കറ്റിംഗ് ദെയർ പ്രോഡക്റ്റ്. ഈ ഗോൾഡ്, ഐവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഐവറി എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെല്ല് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഓക്കെ, മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഒരു സ്ലേവ് ട്രേഡ് നടന്നിരുന്നു. എന്താ സ്ലേവ് ട്രേഡ് എന്ന് പറഞ്ഞാലും? അടിമ കച്ചവടം. അത് മനുഷ്യരെ എന്ത് ചെയ്തിരുന്നു? മാർക്കറ്റിൽ സെയിൽ ചെയ്തിരുന്നു. എന്തായിട്ട്? ആസ് സ്ലേവ്സ്. ഓക്കെ, അപ്പോൾ സ്ലേവ് ട്രേഡിൻ്റെയും ഒരു സെൻറ്ററാണ് ഏത്? തിംബുക്തു. ഓക്കെ, മറ്റൊന്ന് പറഞ്ഞത് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് തിംബുക്തു. ഇതെന്ന് പറഞ്ഞാൽ ഈ നോളജിൻ്റെ ഒരു ലീഡിങ് നോളജ് സെൻറ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ തിംബുക്തു യൂണിവേഴ്സിറ്റിയിലേക്ക് വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ഈ സ്റ്റുഡൻസ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതായത് പഠനത്തിന് വേണ്ടിയിട്ട് ഈ തിംബുക്തു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിരുന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞ ഈ കൺഗൺ മൂസ അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള ഒരു മോസ്കാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രേറ്റ് മോസ്ക് എന്നറിയപ്പെടും. ഇത് പേരിൽ അറിയപ്പെടുന്നത് ഗ്രേറ്റ് മോസ്ക് എന്നറിയപ്പെടും. ഇറ്റ്സ് എ ലീഡിങ് സെൻറ്റർ ഓഫ് ഇസ്ലാമിൻ്റെ ഒരു ലീഡിങ് സെൻറ്ററായിട്ടാണ് ഈ മോസ്ക് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മാലി എംപയറിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അതിൽ ഫൗണ്ടർ പേര് കൺഗൺ മൂസ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഫീച്ചേഴ്സ്, അതുപോലെ തിംബുക്തു എന്നുള്ള പ്ലേസ്, അത് കൾച്ചറലും കൊമേഴ്സ്യലായിട്ടുള്ളൊരു സെൻറ്ററാണ്. പിന്നെ തിംബുക്തു യൂണിവേഴ്സിറ്റി, ഗ്രേറ്റ് മോസ്ക്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിലുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വർക്കുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ.